ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്, എല്ലാവർക്കും പരിചയമുള്ളൊരു സാധനമാണ്. വാഴച്ചുണ്ട് ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട വാഴച്ചുണ്ടാണ്. അപ്പോൾ നമ്മളിത് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുക, അല്ലെങ്കിൽ കുറച്ച് വെറുതെ അരിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ തിരുമ്മി എടുക്കുകയൊക്കെ ചെയ്യുക. ഞങ്ങളിവിടെ സാധാരണയായിട്ട് കറ കളയുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഇടാറില്ല, വെള്ളത്തിലേക്ക് തന്നെയാണ് അരിഞ്ഞിടൽ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വാഴച്ചുണ്ട് ഉപ്പേരിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതാണിത്, കുറച്ച് കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ള കടുക്, കൂടെ അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കൂടെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതാണ് നമുക്ക് ഈ ഉപ്പേരിക്ക് ഏറ്റവും അത്യാവശ്യം, അതാണ് നമ്മൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിന് കൂടെ തന്നെ കുറച്ച് നാളികേരം ചിരവിയിടും. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം, നന്നായിട്ട് ഇളക്കാം. സവോള നന്നായിട്ട് വാടി വരണം, അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴച്ചുണ്ട് ഇട്ട് കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നമുക്ക് ഏത് തരം വാഴച്ചുണ്ട് വേണമെങ്കിലും എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കറ കളഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പോൾ ഇതുപോലെയൊക്കെ ഉപ്പേരി എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. തീ അല്പം കുറച്ച് വെച്ച് വേണം നമുക്ക് ഉപ്പേരി വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേവും. നമുക്കപ്പം തുറന്നു. നമ്മുടെ ഉപ്പേരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി റെഡിയായി. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റാണ് വാഴച്ചുണ്ട് ഉപ്പേരി. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഹെൽത്തിനും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ വാഴച്ചുണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ ഇതിൽ ചെറുപയർ ഇട്ടിട്ടും ഒക്കെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.